നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഒരു ഓഡിയോ അത് ആധികാരികമാണെന്ന് ഉറപ്പുവരുത്താതെ ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണോ അല്ലെങ്കിൽ ഒരു വാർത്തയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാണോ എന്ന് ഉറപ്പുവരുത്താതെ ഞങ്ങളിൽ ഒരു സാധനം കിട്ടി ഞങ്ങളെടുത്ത് അങ്ങ് കൊടുക്കുന്നു. അതിന്റെ ആധികാരികമൊന്നും പ്രശ്നമല്ല. അതുണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളോ പുകമറകളോ കുറച്ച് വ്യൂവർഷിപ്പ് ഞങ്ങൾക്ക് കൂട്ടുമെങ്കിൽ അതിൽ ഞങ്ങൾ പൈസ ഉണ്ടാക്കിക്കോളാം. അതാണോ മാധ്യമ പ്രവർത്തനം? വളരെ കൃത്യമായി ചോദിക്കുകയാണ്. എന്തായാലും ആ ഗൂഢാലോചന കൃത്യമായി വെളിവാകുന്നത് പിന്നീട് ഈ ബാർ ഉടമകളുടെ സംസ്ഥാന നേതാവായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറയുന്നു, ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ജില്ലയിലെ ബാർ ഉടമകളുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ള നിലയ്ക്കാണ് വാർത്ത വരുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം പറയുന്നു അങ്ങനെ 2.5 ലക്ഷം രൂപ വെച്ച് പിരിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഇന്നുവരെ ഞങ്ങൾ വാങ്ങുന്നെങ്കിൽ അക്കൗണ്ടായിട്ട് മാത്രമേ വാങ്ങിക്കുള്ളൂ. ഒരാളിൽ നിന്ന് 1 രൂപ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല.